Good morning, good morning, my dear friends. ഞാനിതാ നീറ്റിട്ട് കുറച്ചേരായി വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടാണ്. ഇന്നലത്തെ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. എല്ലാവരും അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ലൈഫിലെ എന്താ പറയുക, ഇതൊന്നും നടക്കുമെന്ന് പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണ്. ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. പിന്നെ ഫിറുദ നല്ല ഉറക്കത്തിലാണ്, ഒന്നും പറയണ്ട. നല്ല ക്ഷീണമുണ്ട് ഫിറോടെ കിടന്നോട്ടെ. എന്തായാലും ഞാൻ നീറ്റൊന്നും പുറത്തേക്ക് ഇറങ്ങട്ടെ. എനിക്ക് ഉറക്കമൊന്നും പകലത്തെ ഉറക്കമൊന്നും ശരിയായില്ല. രാത്രി കുറച്ചൊന്ന് അങ്ങനെ ടയേർഡായിട്ട് ഉറങ്ങി, പിന്നെ കിടന്നോന്നുള്ളൂ. ഭയങ്കര ടയേർഡുണ്ട്. പക്ഷെ എന്താ അറിയില്ല, നാട്ടിലെത്തിയതിൻ്റെ സമയം ഇങ്ങനെ കളയാൻ തോന്നണില്ല, അതാ തോന്നുന്നത്. അപ്പം ഞാൻ അമ്മേനച്ഛനും പോയി കാണട്ടെ, എന്താ പരിപാടി നോക്കിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയായി സെറ്റായി വണ്ടിയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയണ്ട. അതും എങ്ങോട്ട് ഇവളെ ചെറുപ്പം മുതലേ 6 മാസം മുതലേ പറഞ്ഞതെന്ന് പറഞ്ഞേ. 6 മാസം മുതൽ അവര് ഫ്രണ്ട്സാണ്. ചെറുപ്പം അന്ന് മുതലുള്ള ചങ്കാണ്. അതിന്റെ അവരെ വീട്ടിലേക്കാണ് പോണ അശ്വതി ആൻഡ് രാഹുൽ. ഫ്രണ്ട് മാത്രല്ല, എന്റെ റിലേറ്റീവ് ആണ്. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഫ്രണ്ട് എന്ന് പറയണേ. ഞങ്ങളൊക്കെ ഒരു തറവാട്ടുകാരാണ്. അപ്പോ ഇന്നലെ വന്നപ്പോ സത്യം അറിയാലോ, ഈ സൈഡിലേക്കൊക്കെ അശ്വതി, അപ്പുറത്തേക്ക് സ്നേഹ. വർഷ എന്ന് പറഞ്ഞാൽ അടുത്തല്ലാത്തതുകൊണ്ട് മോളെ പോയി കാണണം എന്നുള്ള ഫീലിങ്സ് ആയിരുന്നേ. പക്ഷെ അശ്വതിനെ അതുപോലെ സ്നേഹ കല്യാണം കഴിഞ്ഞിട്ടും അവിടെയൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഓളെയും കാണാൻ കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്നേഹി മോളും ഒക്കെ ഉണ്ടായിട്ട് നല്ല രസമായിരുന്നു. പക്ഷെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു അശ്വതിനെ. എന്താ പറയുക, വേഗം കാണാനുള്ള ഭയങ്കര എന്താന്ന് ഞാൻ വെറുതെ പറയില്ല, തള്ളല്ല, എന്റെ ചങ്കാണ് ഓള്. അപ്പൊ ഭയങ്കര എന്തോ എനിക്ക് എങ്ങനെ പറയണ്ടേ അറിയില്ല. ഓളടുത്തേക്ക് പോവാണ്. ഓള് പുതിയ വീടൊക്കെ അടിപൊളി വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കാണാൻ പോവാണ്. പിന്നെ കുഞ്ഞാമി ഉണ്ട്, ഞങ്ങളെ മുത്തുമണിയാണ്. കൊച്ചാളൊക്കെ ഒന്ന് പോയി കാണട്ടെ. അപ്പോൾ ചങ്കിൻ്റെ അടുത്തേക്ക് എത്തിക്കണ്. അമ്മയുടെ ജനലിൻ്റെ അവിടെ ഒക്കെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുമെന്ന് അറിയില്ല, വീഡിയോ കോളിലൊക്കെ കണ്ടുള്ളല്ലേ. ഹലോ, ഇവിടെ ആരില്ലേ? കുഞ്ഞാമി 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 ഇവിടെ ആരില്ലേ? ഈ വീട്ടിൽ ആരില്ലേ? ഇതാണ് ഗൈസ് ഇവളെ 6 മാസം മുതലുള്ള ഫ്രണ്ട് അശ്വതി. ഇവളെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചെറുപ്പം മുതലുള്ള. കൊടുത്തോ രാവിലേട്ടല്ല. ഓക്കെ, കുഴപ്പമില്ല. ആ ഫ്രണ്ട് കുഞ്ഞാമി. അതാണ് കുഞ്ഞാമി. ഇതാണ് കുഞ്ഞാമി. കുഞ്ഞാമി ഒന്നും മെലിഞ്ഞ അല്ലേ? ഒന്നും മെലിഞ്ഞു. ഇതാര കുട്ടിയാ? സുഖല്ല. കുഞ്ഞാമി എന്റെ അടുത്തൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഒരു വയറ്റിലിരുന്ന് ഞാൻ അവിടെ മുന്നേ വന്ന സമയത്ത് കുഞ്ഞാമിനെ എനങ്ങളൊക്കെ തൊട്ടു. അതായിരുന്നു ഉണ്ടാപ്പി ഒന്ന് കുറഞ്ഞല്ലോ. മുന്നേ നല്ല അടി ഉണ്ടായില്ലേ? ഉണ്ടാപ്പി കുറഞ്ഞിക്കല്ലേ അവള്. ഗൈസ് പറയ്, ഇതാണ് നമ്മളെ രാഹുലേട്ട അശ്വതിയുടെ ഹസ്ബൻഡ്. പുറത്തിരുന്ന് ഇതാണ് ഇവരെ ജോഡി. എങ്ങനെയുണ്ട് ഗൈസ്? ഇവരെ ഉണ്ണി സൗണ്ട് നോർക്കോ? ഇവരെ രണ്ടാളെ കല്യാണത്തിനെ പറ്റി ഞങ്ങൾക്ക് ഒരു വ്ളോഗ് ചെയ്യണം, വേറെ ചെയ്യാം. ഇപ്പൊ ടൈമിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഇവരെ ഒരിക്കലും നമുക്ക് മാറ്റിയെടുത്താൻ പറ്റില്ല. വേറെ സംഭവം ഉണ്ട്, ഞങ്ങൾ പറഞ്ഞതിന്റെ വേറെ. അതുണ്ട് ഫോണിന്റെ ഉള്ളിൽ വന്നാൽ മതി. ചോറ് കൊടുത്തില്ല, നാട്ടുകാരും ആരും തന്നില്ല. പിന്നെ ആകെ ഇതാക്കി തരുന്നതാണ്. അതെ ആക്കെ പിന്നെ മതി. വിചാരിച്ചില്ല. അപ്പൊ എന്തായാലും വളരെ വലിയൊരു ഹാപ്പിനെസ് ആണ് അശ്വതി എന്ന് പറഞ്ഞാല്. അപ്പൊ അവിടെ എത്തി 2-ാം ദിവസം തന്നെ. സന്തോഷല്ലേ? എൻ്റെ സന്തോഷം മതി. ആമിനെ കാണാൻ പറ്റി.
അങ്ങനെ കേസ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പൊ അശ്വതിനെ കണ്ട് സെറ്റായി. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി തുടങ്ങി. ഇവിടെ ഇതൊക്കെ ഇലയിലാണെന്ന് ബിരിയാണി കഴിക്കണ്. ചാര പിന്നെ കച്ചമ്പർ ഒക്കെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെറ്റൊക്കെ അച്ഛൻ്റെ ബിരിയാണി, അച്ഛൻ്റെ സ്പെഷ്യൽ ബിരിയാണി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിക്കല് അതാണ് പരിപാടി. ഹീറോനോട് എപ്പോഴും പറയുള്ളൂ അച്ഛൻ്റെ ഫുഡ് സൂപ്പറാണ്. അച്ഛൻ്റെ ബിരിയാണിയെ പറ്റി പറയും. വീട് താമസത്തിനോ എന്തിനോണ്ട് വെച്ചിട്ട് ഭയങ്കര അഭിപ്രായമായിരുന്നു. ഇവിടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ചോദിച്ചത്ര ധാര ഉണ്ടാക്കി. ആ ബിരിയാണി നല്ല അടിപൊളിയാണ്. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലുള്ളതാണ്, അഥവാ അവിടെ വരികയാണെങ്കിൽ എന്തെങ്കിലും കാലത്ത് കഴിക്കണമെന്ന്. അപ്പോൾ അതാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ട്രൈ നോക്കട്ടെ, ബിരിയാണി ട്രൈ ചെയ്യാം. തകർക്കും. അത് വലിയച്ഛൻ്റെ മോൻ കുട്ടേട്ടെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ്. കോമഡി ഉണ്ടായ കുട്ടേട്ടെ ഇവൾക്ക് യൂട്യൂബുള്ള ഇതുവരെ അറിഞ്ഞില്ല. ഇത്ര വർഷമായിട്ട് ഇന്നാണ് ചോദിക്കുന്നത്. ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട്. അച്ഛതാ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വിളമ്പി കൊടുക്കുന്നു. അങ്ങനെ അച്ഛൻ്റെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറും എന്താണ് അഭിപ്രായം? വേറെ ടൈപ്പ് സാധനം അടിപൊളിയായിട്ട് കാര്യം. നല്ല ചിക്കനൊക്കെ നല്ല മസാല ഒക്കെ ആയിട്ട് ഇവർ ഫ്രൈ വേറെ ടൈപ്പിലൊക്കെ ഉണ്ടാക്കില്ല. ഞാൻ നേരത്തെ കണ്ടു. അപ്പം നമ്മൾ താത്താടൊക്കെ വെക്കുന്ന വേറെ സ്റ്റൈല്, ഇത് വേറെ സ്റ്റൈല്. ഞാൻ ഉണ്ടാക്കും. അങ്ങനെ അച്ഛൻ്റെ ബിരിയാണി കാലങ്ങൾക്ക് ശേഷം കഴിക്കുകയാണ്. ഞങ്ങൾ വീട്ടിലുള്ളപ്പോൾ കാല് ഞാൻ ഫിറൂന് കൊടുക്കലില്ല. അവിടെ ഗൾഫിലുള്ളപ്പോൾ എപ്പോഴും കാല് കിട്ടിയാൽ അവൾക്ക് കാല് ഇഷ്ടമാണ്, ഞാൻ അവൾക്ക് കൊടുക്കും, ഞാൻ കഴിക്കില്ല. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കാതെ തന്നെ അച്ഛൻ എനിക്ക് കാലാണ് വിളമ്പിയത്. പക്ഷെ ഞാൻ ആ തിന്നണേൻ്റെ രസത്തിൽ ഞാൻ അങ്ങനെ കഴിച്ചു. ഇവൾക്ക് ഇട്ട് കൊടുത്തില്ല. നോക്കുമ്പോൾ ഇവൾക്ക് വേറെ പീസും എനിക്ക് കാല്. അപ്പൊ ഇപ്രാവശ്യം മാറി പറ്റിച്ച്. പിന്നെ കുഴപ്പമില്ല. സ്പെഷ്യൽ ഗസ്റ്റ് ഇവള് കാലിൻ്റെ ആളാ.